ഹായ്. കാറ്റഗറി 3 ഇംഗ്ലീഷിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ചാനൽ ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ഫസ്റ്റ് വീഡിയോസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കാറ്റഗറി 3 ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇനി ആ പരീക്ഷയാണ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തൊട്ടുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും കാണാം. ഓക്കെ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് മിനിറ്റ്സിലുള്ള അല്ലെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഓരോരോ ടോപ്പിക്സ് പറഞ്ഞു പോകുന്ന തരത്തിലാണ് ഇനി കുറെ നമ്മൾ മുന്നിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം. ലൈക്ക് ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഫ്രെയിം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾ വായിച്ച ഏതെങ്കിലും ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഏതെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം 4 പേരുണ്ട്, ഇല കൊഴിഞ്ഞ ഒരു മരമുണ്ട്, എന്തിനാണെന്ന് അവർ നിൽക്കുന്നത് പോലും എന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. റൈറ്റ്. സോ ഈ തരത്തിൽ ഏതെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതിലായിരിക്കും, ഏത് ഡ്രാമയിലായിരിക്കും ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ? ദ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന ഡ്രാമയിലാണ് ഇങ്ങനെ ഒരു സീന് നമുക്ക് കാണാൻ പറ്റുക, അല്ലെ? ഒരാളുടെ കഴുത്തിൽ ചങ്ങല, ഒരാളുടെ കഴുത്തിൽ തൊപ്പി, ഒരാൾ വീണ് കിടക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് എന്നറിയാത്ത തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന കുറെ ആൾക്കാർ. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ ഗോദോത്ത് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഡ്രാമ അത് ഏതിലാണ് വരുന്നത്, ഏത് റോണർ ഓഫ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് തിയേറ്ററിലാണ് വരുന്നത് എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. അപ്പൊ ഏതിലാണ് ഇത് വരുന്നത്? കൃത്യമായി പറഞ്ഞാൽ ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് വരിക? നമുക്ക് ദ ഗോദോത്ത് എന്ന് പറയുന്ന, വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന ഡ്രാമ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ എന്താണ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നോക്കാം. റൈറ്റ്. എന്താണത്? അപ്പൊ ഇനി ഒരു പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് തിയേറ്റർ ഓഫ് അബ്സേർഡ് തൊട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഇനി പഠിച്ചു പോകാനുള്ള ഒരു നല്ല സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്. അപ്പൊ എന്താണ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത്? ഇത് ആക്ച്വലി പോസ്റ്റ് മോഡേൺ ഡ്രമാറ്റിക് ലിറ്റററി മൂവ്മെന്റ് ആണ്. ആ വാക്ക് അങ്ങനെ പഠിച്ചു വെക്കുക. എന്താണ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പോസ്റ്റ് മോഡേൺ ഡ്രമാറ്റിക് ലിറ്റററി മൂവ്മെന്റ്. അത് എന്നാണ് തുടങ്ങിയത്, എന്ന് വരെയാണ് ഉണ്ടായിരുന്നത്? 1950 മുതൽ 1980 വരെയാണ് ഇത് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അബ്സേർഡ് എന്ന് പറയുന്ന വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ തീരുമാനമില്ലാത്ത, മീനിങ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്സേർഡിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒരു അർത്ഥമാണ് ഇതിന് വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഏത് തരത്തിൽ ചെയ്യുന്നു, അബ്സേർഡ് ആണ്. എല്ലാം വോയിഡില്ല അല്ലെങ്കിൽ ഒരു വെയ്ഗ് ആയിട്ടുള്ള പിക്ചറാണ് നമുക്ക് കിട്ടുക. അപ്പൊ ദ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന ഒരു ഒരു ഡ്രാമ എടുത്തു കഴിഞ്ഞാലും അത് എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, അതിന്റെ ഫിലോസഫിക്കൽ മീനിങ് അല്ല. ആ 4 ക്യാരക്ടേഴ്സ് അബ്സേർഡിസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അവർ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നറിയില്ല, ഗോദോത്ത് വരുമോ എന്നറിയില്ല. അബ്സേർഡ് ആണ് അവരുടെ എല്ലാ തീരുമാനങ്ങളും. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് തൊട്ട് എന്തിനു വേണ്ടി അവർ നിൽക്കുന്നു എന്ന് വരെയുള്ള അബ്സേർഡ് ആയിട്ടുള്ള, ഓക്കെ, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ. ഇനി അബ്സേർഡിസം എന്നുള്ള ടോപ്പിക് വരുന്നത് കൊണ്ട് തന്നെ ഈ ദ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുന്ന എല്ലാ ഡ്രാമകളും എങ്ങനെയായിരിക്കും? അബ്സേർഡ് ആയിരിക്കും അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. റൈനോസറസ് എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഒരു റൈനോസറസ് ആയിട്ട് മാറി ഒരു നഗരത്തിലൂടെ കറങ്ങി നടക്കുന്നതാണ്, ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ട്. നോക്കൂ, അതിൽ എന്ത് അബ്സേർഡിസ്റ്റ് മീനിങ് അതിലുള്ളത്? എന്ത് മീനിങ് ആ ഉള്ളത്? അത് ആക്ച്വലി പോസ്റ്റ് മോഡേൺ ലൈഫിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് അതിൽ അർത്ഥം? അബ്സേർഡ് ആണ് ഓരോ ആൾക്കാരുടെ ജീവിതം എന്നുള്ളതാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ അബ്സേർഡിസം എന്ന് പറയുന്നത് ആദ്യം ആരാണ് ഇത് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ഈ വാക്ക്. ആൽബർട്ട് കാമു എന്ന് പറയുന്ന നമ്മളുടെ എഴുത്തുകാരനായിട്ടുള്ള ആള് ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 1942 ഇറങ്ങിയിട്ടുള്ള ഒരു എസ്സയിലാണ് ആദ്യമായി അബ്സേർഡിസം എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു മീനിങ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്യാമു, നമ്മുടെ ആൽബർട്ട് ക്യാമുവിന് ഉദ്ദേശിച്ചത് തിയേറ്റർ ഓഫ് അബ്സേർഡ് അല്ലെങ്കിൽ അബ്സേർഡിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ ഈസ് ഓൺ ദ ക്വസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ലൈഫ് ബട്ട് ദിസ് ക്വസ്റ്റ് ഹാസ് നോ മീനിങ് ഇൻ ഇറ്റ്സ് ഓൺ. അതായത് മനുഷ്യൻ ജീവിതത്തിന്റെ അർത്ഥം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന് ഒരു അർത്ഥവും ഇല്ല എന്ന് തന്നെ അവൻ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ടാണ് ദ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുന്ന എല്ലാ നാടകങ്ങളും ഉണ്ടാവുന്നത്. അതായത് ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് പറയാനുണ്ടെങ്കിൽ, എക്സിസ്റ്റൻഷ്യലിസം പോലെയുള്ള ഒരു ഫിലോസഫി പറയാനുണ്ടെങ്കിലും, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് നിലകൊള്ളുന്നത്, ഈ പർട്ടിക്കുലർ ഡ്രാമ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സേർഡിസം ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് അതിൽ കിട്ടില്ല. എല്ലാം അബ്സേർഡ് ആയിരിക്കും. എന്നാൽ
ഈ ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന വാക്ക് ആരാണ് കോയിൻ ചെയ്തത്? അബ്സേർഡിസം കോയിൻ ചെയ്തത് ആൽബർട്ട് കാമു ദ മിത്ത് ഓഫ് സിസിഫസിൽ 1942 പറഞ്ഞു. പക്ഷേ ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന വാക്ക്, ആ ഒരു ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംഗേറിയൻ ക്രിട്ടിക് ആയിട്ടുള്ള മാർട്ടിൻ എസ്ലിൻ ആണ്. അദ്ദേഹത്തിന്റെ ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് തന്നെ പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ 1961 ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടും രണ്ട് ആൾക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇനി അബ്സേർഡിസം അല്ലെങ്കിൽ ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് ഒക്കെ വന്നിട്ടുള്ളത്? ഈ ഹ്യൂമൻ കണ്ടീഷൻ, മനുഷ്യന്മാർ നിന്ന് പോകുന്ന ഈ ഒരു കണ്ടീഷൻ തന്നെ മീനിങ്ലെസ് ആണ്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, അർത്ഥമില്ല, വെറുതെ ജീവിച്ച് മരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ തിയേറ്ററിക്കൽ ആസ്പെക്ട് മുഴുവൻ വരുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് അല്ലെങ്കിൽ അബ്സേർഡിസം എന്ന് പറയുന്നത് വരാൻ കാരണം എന്താണ്? വേൾഡ് വാർ 2 ഈ ലോകം മുഴുവൻ നശിപ്പിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ നാട്ടുകാർക്കും ഒരു കറ്റാസ്ട്രോഫിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നിട്ടുള്ളത്, അല്ലെ? അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഇൻട്രസ്റ്റ് പോയി. അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ഒന്നുമില്ല. എല്ലാം ഡീജനറേറ്റഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ലൈഫ് തന്നെ ഒരു സ്റ്റേറ്റിലായി പോയപ്പോ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായപ്പോൾ അവര് ആലോചിക്കാൻ തുടങ്ങി. അവർ ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും? പെസിമിസോ ആൻഡ് നെഗറ്റിവിറ്റി മാത്രമായിരിക്കും അവർ ആലോചിക്കുക, അല്ലെ? നമ്മളൊരു കാര്യം കൂടെ നടന്നു കഴിയുമ്പോൾ ആദ്യം പോകുന്നത് നെഗറ്റീവ് തോട്ടിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്കാര് ഈ ഒരു വേൾഡ് വാർ 2 ഒരു കൾച്ചറൽ ഈവന്റിൽ, പൊളിറ്റിക്കൽ ഈവന്റിലാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് തള്ളപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് 1940 to 50 മുതൽ 1980 കാലഘട്ടങ്ങളിൽ വരെ എഴുതിയ നമ്മളുടെ നാടകങ്ങൾ കാണുന്നുള്ള അബ്സേർഡിസം അല്ലെങ്കിൽ ദ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന നാടകങ്ങളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് പർട്ടിക്കുലർ ഈ ഒരു തീം കണക്ട് ചെയ്യുന്ന നാടകങ്ങളും ആയിരിക്കണം. ഇനി എന്തായിരിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇത് ആക്ച്വലി ആന്റി പ്ലേ അല്ലെങ്കിൽ ആന്റി തിയേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ അരിസ്റ്റോട്ടീലിയൻ കൺസെപ്റ്റ് പ്രകാരം ഡ്രാമയ്ക്കൊക്കെ ഒരു കൃത്യമായ രീതിയുണ്ട്, അല്ലെ? പക്ഷെ ഈ രീതിയൊന്നും ഇവർ ഫോളോ ചെയ്യുന്നില്ല. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് കുറെ എലമെന്റ് വേണം, 6 എലമെന്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർ ഫോളോ ചെയ്യുന്നില്ല. ഇവര് ഭയങ്കര റിവോൾട്ട് ആയിട്ട്, റെവല്യൂഷണറി ആയിട്ടാണ് ഇവരുടെ ഈ അബ്സേർഡിസ്റ്റ് ഡ്രാമകളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് സോ കോൾഡ് നമ്മളുടെ അരിസ്റ്റോട്ടിലിയൻ കൺവെൻഷൻ അല്ലെങ്കിൽ ട്രഡീഷണൽ ഡ്രാമ കൺവെൻഷന് എതിരെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അൺക്ലിയർ സെറ്റിംഗ് ആൻഡ് ടൈം. ഇപ്പൊ സറസ് എന്ന് പറയുന്ന നാടകമോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന നാടകമൊന്നും ഒരു പർട്ടിക്കുലർ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്ഥലത്തോ വെച്ച് നടക്കുന്നതായിരിക്കില്ല. അവർ പറയുന്നത് എന്താ? ട്രാപ്ഡ് ആയി പോയിട്ടുള്ള, ട്രാപ്പിൽ വീണിട്ടുള്ള കുറെ ആൾക്കാരുടെ ജീവിതത്തിനെ മാത്രമേ അവർ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പ്ലോട്ടോ സ്റ്റോറിയോ ഉണ്ടായിരിക്കില്ല. എന്താണ് നമ്മളുടെ ഇതിന്റെ സ്റ്റോറി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പ്ലോട്ട് എന്താണെന്ന് അറിയില്ല. കുറെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അതുപോലെയാണ് ഇത് നടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗിനിങ്ങോ എൻഡോ പ്ലോട്ട് ഡെവലപ്മെന്റോ ഒന്നും ഇതിനുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആൻഡ് സ്റ്റീരിയോ ടൈപ്പിക്കൽ ആയിരിക്കും. ഇനി ക്ലീഷ ആയിരിക്കും. അതുപോലെ തന്നെ നോൺസെൻസ് ആയിരിക്കും ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് നമുക്കൊന്നും പ്രത്യേകിച്ച് മനസ്സിലാവണമെന്നൊന്നുമില്ല, എന്തൊക്കെയോ അവർ പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇത് മുന്നിലേക്ക് പോവുക. ഇനി തീമോ എന്തൊക്കെയായിരിക്കും അബ്സർഡ് തിയേറ്ററിന്റെ തീം എന്ന് പറയുന്നത്? മീനിങ്ലെസ് ആയിരിക്കും, എക്സിസ്റ്റൻഷ്യൽ ഡൈലിമെന്റ് ആയിരിക്കും. മീനിങ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് ഈ ക്യാരക്ടേഴ്സ് നിലകൊള്ളുന്നു അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഡൈലിമ എന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ ജീവിക്കണം എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരുന്ന ഹെൽപ്ലെസ്നെസ് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ പെസിമിസം, ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും ഈ ഒരു ഡ്രാമകൾ പറയാൻ ശ്രമിക്കുന്നത്. അതായത് മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാത്ത അബ്സേർഡ് മൊമെന്റിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗണും ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട്. ലാംഗ്വേജ് കറക്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നേരെ നടക്കില്ലല്ലോ, സോ അതും ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട നമ്മളുടെ റൈറ്റേഴ്സും വർക്കുകളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അബ്സേർഡിസ്റ്റ് പ്ലേ റൈറ്റുകൾ എന്ന് പറഞ്ഞ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഇത് കാണാതെ പഠിക്കുക, ചോദിക്കും, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് വർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്ലേ റൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ സാമുവൽ ബെക്കറ്റ് ആണ്. വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അബ്സേർഡിസ്റ്റ് ഡ്രാമയുടെ പേര്. അടുത്തത് എൻഡ് ഗെയിം എന്നാണ് അടുത്ത നാടകത്തിന്റെ പേര്. പിന്നീട് ഹാപ്പി ഡേയ്സ്. നോക്കൂ, ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നത് ഭയങ്കര അബ്സേർഡിസ്റ്റ് ആയിട്ടുള്ള ഒരു നാടകമായിരിക്കും, അല്ലാതെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം അതിൽ നടക്കില്ല. അത് തന്നെയാണ് ഒരു എന്താ പറയുക ഐറോണിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി
യുജീൻ അനസ്കോ എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് റൈനോസറസ് എന്ന് പറയുന്നത്. ദ ചെയേഴ്സ്, ദ ലെസൺ, ജീൻ ജനറ്റ് എഴുതിയതാണ് ദ മെയ്ഡ്സ്, ദ ബ്ലാക്സ്, ദ ബാൽക്കണി. അടുത്തത് ആർതർ അഡമോ എഴുതിയതാണ് ദ പാരഡി, ദ പിങ് പോങ്, ദ ഡിഫീറ്റ്. അടുത്തത് ദ ഹെറോൾഡ് പിൻഡർ എഴുതിയിട്ടുള്ളതാണ് ദ ബർത്ത്ഡേ പാർട്ടി, ദ ഹോം കമ്മിങ്, ദ കെയർ ടേക്കർ. ദ ബർത്ത്ഡേ പാർട്ടി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? റൈറ്റ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ദ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റൈറ്റ്. ഇനി അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തൽക്കാലം നിർത്താം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഒരു കാര്യമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 3ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡു ഫോളോ us. നിങ്ങൾക്ക് എന്തായാലും അടുത്ത പരീക്ഷയാകുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് വരട്ടെ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നന്നായിട്ട് നടക്കട്ടെ. റൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.